പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. വീണ്ടും നിങ്ങളെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സംശയങ്ങൾ തീർക്കാനാണ്. ഇതിൽ കൂടുതൽ ഭാഗവും ഇൻഡിവിജ്വലായ സംശയം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന് തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. നമ്മൾ ഫോർത്ത് ടൈപ്പ് സെന്റൻസിനെ കുറിച്ച് അധികം വിശദീകരണങ്ങൾ ഒന്നും തന്നില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വളരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ പേര് പൂച്ചെട്ടി എന്നാണ് പറയുക. പൂച്ചെട്ടി ഓരോ പ്രാദേശികമായിട്ട് പേരുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പൂച്ചെട്ടി ഞങ്ങളുടെ അവിടെ പറയും. ഇത് നേരത്തെ ആ കുട്ടി കൊണ്ടുവന്ന പൂവാണ്, ചെടിയാണത്. ഇനി നമുക്ക് ഈ ചെടിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം എന്ന് വിചാരിക്കുക. പൂച്ചെടി എന്താണ്? അത് ഒരു ചെടിയാകുന്നു എന്ന് വിശദീകരിക്കാം അല്ലേ? ഇതാണ് വിഷയം. ഇതെന്താണ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വിഷയമാണ്. അപ്പം നമ്മൾ എന്തെന്ന് പറയും? ഈ പൂച്ചെട്ടി എന്ന ചെടി അല്ലേ, അത് ചെടിയാണെന്ന് വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ എന്താണ് പൂച്ചെടി വെച്ചാൽ പൂച്ചെട്ടി ഒരു ചെടിയാണെന്ന് വിശദീകരിച്ചു. അപ്പോൾ വിഷയം നമ്മുടെ എന്താണ്? പൂച്ചെട്ടിയാണ്. വിശദീകരണം എന്താണ്? ചെടിയാന്നുള്ളത്. അപ്പോൾ 3 ഭാഗം ഉണ്ടായിരിക്കുക. അതിൽ ആകുന്നു എന്നുള്ളത് ഇതിനെ ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ വിശദീകരിക്കാൻ സഹായിക്കുന്ന ഒരു ക്രിയ എന്നുള്ളത് കൊണ്ട് ബി എന്ന് പറയും ചെയ്യും. അതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂച്ചെട്ടിയുടെ ഇംഗ്ലീഷ് പൂച്ചെട്ടി, ചെടിയുടെ പ്ലാന്റ് ആകുന്നു. എന്താണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് വിഷയം സബ്ജക്റ്റ്, ഇത് ഫസ്റ്റ്, സെക്കൻഡ് ബി ആണ് വരിക. എല്ലാത്തിലും ഈ ടൈപ്പ് വാചകങ്ങളിലെല്ലാം ബി വരും. പിന്നെ അതായത് ബിയുടെ ഫോമാണത് ഈസ്. പിന്നെ എന്താണ്? ചെടി. ഇത് വിശദീകരണം. ഇതിൽ നൗണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ബി എന്നുള്ളത് നൗണോ നൗണിന് തുല്യമായ പദങ്ങളോ ആവാമെന്നാണ്. അപ്പോൾ എന്തായിരിക്കും ഇത്? ഇതെടുത്ത് ഇതിൽ വയ്ക്കുക, ഇതെടുത്ത് രണ്ടാമത്തേൽ വയ്ക്കുക. ബി എന്നുള്ളത് പുറത്തായി പോയി. അത് ബി എന്നുള്ളത് ഇതിൽ വയ്ക്കുക, ഡിസ്ക്രിപ്ഷൻ ഇതിൽ വയ്ക്കുക. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഒരു തർജ്ജമ എന്ന് പറഞ്ഞാൽ പൂച്ചെട്ടി, പൂച്ചെട്ടി എന്താണ്? ബി. പിന്നെ ഈസ് ഇവിടെ വയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക? പ്ലാന്റ് ഇപ്പുറത്തെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുക. പ്ലാന്റ് അത് എന്താണ്? നൗണാണത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? അത് സബ്ജക്റ്റ് ബി, അത് കഴിഞ്ഞാൽ ഒരു നൗൺ. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷണം എടുക്കും. ഫ്രൈസുമാവാം. എന്താർത്ഥം? നൗൺ ഫ്രൈസുമാകാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഈ പ്ലാന്റ് എന്നുള്ള വിശേഷപരം ഒരു മനോഹരമായ ചെടിയാണെന്ന് വിശദീകരിക്കാൻ വേണമെങ്കിൽ, അതായത് ഒരു ഭംഗിയുള്ള ചെടിയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കാം. പൂച്ചെട്ടി ഭംഗിയുള്ളതാണെന്ന് വിശദീകരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ വിശദീകരിക്കാം. ഭംഗിയുള്ള. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരിക. ഇതിൻ്റെ സ്ഥാനത്ത് പ്ലാന്റ് എന്നുള്ളതിന് എന്തു പറയും? പ്ലാന്റ് എന്നുള്ളതിന് പകരം ബ്യൂട്ടിഫുൾ എന്ന് പറയും. ബ്യൂട്ടിഫുൾ. എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ കാരണം? ഇത് അഡ്ജക്റ്റീവാണ്. അങ്ങനെ വിശദീകരിക്കാം. വിശദീകരണം അഡ്ജക്റ്റീവുമാവാം. വിശദീകരണം അഡ്ജക്റ്റീവുമാവാം എന്ന് സാരം. അപ്പോൾ നേരത്തെ നൗൺ കണ്ടു, പിന്നെ ഇത് കണ്ടു. വേണമെങ്കിൽ ഇങ്ങനെയാവാം. അത് അമ്മാവൻ്റെ തോട്ടത്തിൽ നിന്ന് എന്നുള്ള ഒരു എന്ത് ഫ്രേസ്? അമ്മാവൻ്റെ തോട്ടത്തിൽ നിന്ന് എന്താണത്? അതൊരു ഫ്രേസാണ്, പ്രിപ്പോസിഷൻ ഫ്രേസാണ്. അതും ആവാം. അപ്പൊ എങ്ങനെ വരാം? ദ പൂച്ചെട്ടി ഈസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. ഇങ്ങനെയാവാം. അങ്കിൾസ് ഗാർഡൻ എന്നാവാം. ദ പൂച്ചെട്ടി ഈസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. ഇതെന്താണ്? പ്രിപ്പോസിഷൻ ഫ്രേസ്. അത് അഡ്വർബായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെയും വരാം. അപ്പോൾ 3 തരത്തിൽ ഈ വിശദീകരണം വരാം. ഒന്ന് നൗൺ, അതായത് നമ്മൾ പ്ലാന്റ് എന്ന് കണ്ടു. ആ രണ്ടാമത് നമ്മൾ എന്ത് കണ്ടു? ഭംഗി, ബ്യൂട്ടിഫുൾ എന്ന് കണ്ടു. അങ്ങനെ വിശദീകരിച്ചു. അപ്പോൾ ഈ വിശദീകരണം നൗണാവാം,
അഡ്ജക്റ്റീവ് ആവാം, വേണമെങ്കിൽ ഇങ്ങനെയൊരു ഫ്രേസ് ആവാം, ഒരു അഡ്വർബൽ ഫ്രേസ്, അല്ലെങ്കിൽ ഇത് രണ്ടായിട്ട് കണക്കാക്കുന്നതാണ്, എങ്ങനെയാവാം. അപ്പോൾ നമ്മൾ നേരത്തെ നൗൺ ആവാമെന്ന് കണ്ടു, അതായത് പ്ലാന്റ് എന്ന് വരാം എന്ന് കണ്ടു അല്ലേ. പൂച്ചട്ടി ഈസ് എ പ്ലാന്റ്. വേണമെങ്കിൽ ഒരു ഭംഗിയുള്ള പ്ലാന്റ് എന്നാവാം. എങ്ങനെയാവാം? അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ വെക്കും, എ ബ്യൂട്ടിഫുൾ എന്നെങ്ങനെയാവാം. പൂച്ചട്ടി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലാന്റ്, അങ്ങനെയാവാം. പൂച്ചട്ടി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലാന്റ്. അപ്പോൾ ഉണ്ട് അതിൽ ഇതിന്റെ വിശേഷണായുധം ഒരു ഫ്രേസ് ആവാം. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെയും ആകാം. അപ്പോൾ ഇവിടെ ഇത് പ്ലാന്റ് മാറി ഇവിടെ ഒരു നൗൺ ഫ്രേസ് വന്നു, ഒന്നുകൂടി വലിയ ഫ്രേസ് ആവാം. അതായത് പ്ലാന്റിന്റെ മുമ്പിൽ മാത്രമേ വിശേഷണമുള്ളൂ, പിൻപിലും വിശേഷണം വരാം. എങ്ങനെയാണെങ്കിൽ അത് പ്രിപ്പോസിഷൽ ഫ്രേസോ മറ്റ് ഫ്രേസ് ഇതുകളുണ്ട്, വിശേഷണങ്ങളാൽ അതൊക്കെ അഡ്വർബുകളാൽ വിശേഷിക്കപ്പെട്ട ING ഫോമിലുള്ള വിശേഷണങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പോലുള്ള വിശേഷണങ്ങൾ, അതെങ്ങനെയാണെങ്കിൽ ബാക്കിലാണ് വരിക. അത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എങ്ങനെ വരാം? ഇത് വരാം. പൂച്ചട്ടി മഞ്ഞപ്പൂക്കളോട് കൂടിയ ഒരു ഭംഗിയുള്ള ചെടി ആണ്, അങ്ങനെ വരാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് വരിക? പൂച്ചട്ടി ഈസ്, അതന്നെ ഡിസ്ക്രിപ്ഷൻ മാറണുള്ളൂ. എങ്ങനെയാവാം? എ ബ്യൂട്ടിഫുൾ പ്ലാന്റ് വിത്ത് യെല്ലോ ഫ്ലവേഴ്സ്. കണ്ടോ, പ്ലാന്റ് തന്നെ, പ്ലാന്റിന് ഫ്രണ്ടിലും മുമ്പിലും വിശേഷണം ഉള്ള ഒരു വലിയ ഭാഗം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആവാം. നൗണിന് പകരം എന്താവാന്നർത്ഥം? ആ നൗണിന്റെ മുമ്പിലും ഫ്രണ്ടിലും വിശേഷണത്തോടു കൂടിയ നൗണാവാം. അതിനിപ്പോ നമ്മൾ പറയുക ഫ്രേസ് എന്നാണ്, വലിയ ഫ്രേസ് ആവാം. എങ്ങനെയാ? പൂച്ചട്ടി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലാന്റ് വിത്ത് യെല്ലോ ഫ്ലവേഴ്സ്. മഞ്ഞപ്പൂക്കളോട് കൂടിയ ഒരു മനോഹരമായ ചെടി. അപ്പൊ രണ്ട് ഭാഗത്തും വരുന്ന അങ്ങനെ എഴുതാം. മനസ്സിലായോ? ഇനിയും വിളിക്കാം, ഇങ്ങനെ ഇതും വരാൻ വേണമെങ്കിൽ പൂച്ചട്ടി അമ്മാവന്റെ തോട്ടിൽ വരുന്ന ഭംഗിയുള്ള ചെടിയാകുന്നു എന്ന് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം. ഈ പൂച്ചട്ടി അമ്മാവന്റെ വീട്ടിൽ വളരുന്ന മനോഹരമായ ഒരു ചെടിയാണ് എന്ന് വേണം പറയാം. അപ്പൊ എങ്ങനെയായിരിക്കും? അമ്മാവന്റെ തോട്ടത്തിൽ വളരുന്ന ഒരു ഭംഗിയുള്ള ചെടി എന്നുള്ളതിന് എ ബ്യൂട്ടിഫുൾ പ്ലാന്റ്. ഇതിൽ ING ഫോമാണ്, അതിന് വിശേഷണം ഉണ്ട്, അങ്കിൾസ് ഗാർഡൻ വിശേഷണം ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കിലാണ് അങ്ങനെ വിശേഷണങ്ങൾ വരിക. അപ്പൊ ഗ്രോയിങ് വളരുന്ന, അതിനെവിടെ വളരുന്ന? അങ്കിളിന്റെ തോട്ടത്തിൽ എന്ന ഒരു ക്രിയാവിശേഷണത്താൽ വിശേഷിക്കപ്പെടുന്നത് കൊണ്ട് ഇതും അതിന്റെ ചേർന്ന ആ ഫ്രേസ് ഇതിന്റെ പ്ലാന്റിന്റെ ബാക്കിൽ വെക്കണം. ഇത് അതിന്റെ റൂളാണ്. ഈ ഭാഗത്തോട് എത്തുമ്പോഴാണ് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഏറ്റവും ടഫസ്റ്റ് ഭാഗമാണ് ഇംഗ്ലീഷിന്റെ. ഇതാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. ഇത് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നതിലേക്ക് നിങ്ങൾ സ്വയം എത്തുക. ഇതൊക്കെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആ പാറ്റേൺ നമ്മുടെ ബ്രെയിനെ പഠിപ്പിക്കുക മാത്രം. ഏക പോകുമ്പോഴേ ദാറ്റ് ഈസ് പ്രാക്ടീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് പാറ്റേൺ ബ്രെയിൻ പഠിച്ചുകൊള്ളൂ. ഓക്കെ, അങ്ങനെയാണ് അതിന് പഠിപ്പിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പ്രതീക്ഷയോടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓബ്ജക്റ്റിനെ കുറിച്ചാണ് പിന്നെ ആളുകൾക്ക് സംശയം അങ്ങോട്ട് തീരാത്തത്. അതുകൊണ്ട് ഞാൻ അതൊന്നുകൂടി റിവൈസ് ചെയ്യാണ്. അപ്പോൾ ഒരു വാചകത്തിലെ ക്രിയയോടുകൂടി ആരെ, എന്തിനെ, എന്ത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എന്ത്? ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് രണ്ട് തരമാണ്, ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും. ഈ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ക്രിയ എടുത്ത് അതിനോടുകൂടി ആരെ, എന്തിനെ, എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമായി വരുന്ന വാക്യഭാഗമാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ
രാമൻ രാവണനെ കൊന്നു എന്ന് വെച്ചാൽ ആരെ കൊന്നു? രാവണനെ ഓബ്ജക്റ്റ്. പാമ്പ് തവളയെ വിഴുങ്ങി. എന്തിനെ വിഴുങ്ങി? തവളയെ. അപ്പോൾ അത് തവളയെ എന്ന ഭാഗം അതിൽ ഓബ്ജക്റ്റ്. എന്ത്? കുട്ടി കേക്ക് തിന്നു. എന്ത് തിന്നു? കേക്ക്. അപ്പൊ എന്ത്? ഈ വക 3 ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഭാഗമാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അത് മനസ്സിലാക്കുക. എന്താണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നുള്ള ഭാഗം? അത് ആർക്ക്, ആരോട്? ആളാണെങ്കിൽ അമ്മൂമ്മ കുട്ടികളോട് കഥ പറഞ്ഞു. അതിൽ ആരോട് പറഞ്ഞു? കുട്ടികളോട്. അതുപോലെ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് സമ്മാനം നൽകി. ആർക്ക്? എനിക്ക്. അപ്പോൾ അതിൽ എനിക്ക് എന്ന ഭാഗം ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. എന്തിന്? ആ പണക്കാരൻ പള്ളിക്ക് കുറെ സംഭാവന നൽകി. ആർക്ക് നൽകി? ആ പള്ളിക്ക്. അവിടെ ഒരു ജീവിയല്ല, അതൊരു സ്ഥാപനം, സാധനം ഒക്കെയാണ്. അങ്ങനെ നിർജ്ജീവമായ വസ്തുക്കളൊക്കെ വരുമ്പോൾ അതെന്ത് വരും? അതിന് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ആർക്ക്, ആരോട്, അല്ലെങ്കിൽ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. അത് മനസ്സിലുണ്ടാകണം. അപ്പോൾ നിങ്ങളോട് ഒരാൾ സംശയം ചോദിച്ചിരുന്നു. ആ സംശയം വിശദീകരിക്കാനാണ് ഞാൻ പോകുന്നത്. അതിനു മുമ്പ് ആർക്കെങ്കിലും ഇത് ഉറക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ നോക്കുക. നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾ പറയണം, അമ്മൂമ്മ കുട്ടികളോട് കഥ പറഞ്ഞു. അതിൽ ഏതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാ? തീർച്ചയായിട്ടും നിങ്ങൾ പറയും എന്ത് പറഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം അല്ലേ? അത് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ കഥ എന്നുള്ള ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ആരോട് പറഞ്ഞു? അത് നമുക്കറിയാം. ആ ഉത്തരമായി വരുന്ന ഭാഗം ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, കുട്ടികളോട്. അപ്പൊ കുട്ടികളോട് എന്നുള്ളത് എന്താണ്? ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. സംശയം ഇതായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ഈ ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളോട് കൂടി യാതൊരു വിധത്തിലുള്ള ഒരു പ്രിപ്പോസിഷൻ ചേർക്കാൻ പാടില്ല എന്ന റൂള് ഇംഗ്ലീഷിൽ ഉണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അവരുണ്ടാക്കിയ നിയമവുമാണത്, നമ്മൾ ഉണ്ടാക്കിയതല്ല. മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ ഓബ്ജക്റ്റിനോട് കൂടി നമ്മൾ വിഭക്തി ചേർക്കുന്ന ഒരു ശീലമുണ്ട്. എങ്കിലും അതേ ഓബ്ജക്റ്റ് ആയിട്ടാണ് കരുതുക. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് കുട്ടികളോട് എന്നുള്ള ഇംഗ്ലീഷ് എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളോട് ഓബ്ജക്റ്റ് ആണ്, അത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. കുട്ടികളോട് എന്നുള്ളത് ഇൻഡയറക്റ്റ്. കുട്ടികളോട് ഇതെന്താണ്? ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? ഓബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാചകത്തിൽ ആദ്യം വെക്കുമ്പോൾ നമ്മൾ ചിൽഡ്രൻ എന്ന് എഴുതിയാൽ മതി. കുട്ടികൾ, അത് ഓബ്ജക്റ്റ് വെർബിന് ശേഷം നമ്മൾ ഓബ്ജക്റ്റ് സ്ഥാനത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം കുട്ടികളോട് എന്നാണ്. അതേ സമയത്ത് അതിന് ശേഷമല്ല അത് വെക്കുന്നതെങ്കിൽ, അതായത് വെർബിന് തൊട്ട് ശേഷമല്ല പിന്നെ വെക്കുന്നെങ്കിൽ 2 children എന്ന് എഴുതണം. അപ്പൊ കുട്ടികളോട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ 2 തരത്തിൽ നമുക്ക് എഴുതാം. അത് ചിൽഡ്രൻ എന്ന് മാത്രം എഴുതാം, അല്ലെങ്കിൽ 2 children എന്ന് എഴുതാം. ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വെക്കുമ്പോൾ അത് ഓബ്ജക്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷ് ഓബ്ജക്റ്റിന്റെ മുൻപിൽ ഒരു പ്രിപ്പോസിഷനും ചേർക്കാൻ പാടില്ല. അങ്ങനെയാണ് ഓബ്ജക്റ്റിനെ തിരിച്ചറിയാനുള്ള എളുപ്പവഴി. ആ എളുപ്പവഴിക്ക് വേണ്ടി അങ്ങനെ ആക്കിയിട്ടുള്ളതാകാം, എനിക്കറിഞ്ഞുകൂടാ. അത് അവരാണ് ഉണ്ടാക്കിയുള്ള നിയമങ്ങൾ, അവരോട് തന്നെ ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. 2 children. പിന്നെ 2 children എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താണത്? ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അത് ഒരു കർമ്മം ഇതായിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഈ 2 ചേർന്ന കാരണം എന്തായിട്ടേക്ക് നിൽക്കുന്നത്? അതിനെ അഡ്വർബായിട്ടാണ് പരിഗണിക്കുക. കാരണം പ്രിപ്പോസിഷൻ ചേർന്നതുകൊണ്ട്. അർത്ഥം കൊണ്ട് എന്താണത്?
മലയാളത്തിലെ അർത്ഥം കൊണ്ട് അത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരിക്കൽ അമ്പലത്തിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അമ്പലത്തിൽ പൂജാരി ബ്രാഹ്മണനാണ്, ആള് സിഗരറ്റ് വലിക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ അമ്പലത്തിൽ തന്നെ കൂടുതലുള്ള കഴകക്കാർ അങ്ങനെ പറയില്ല, അവർ അമ്പലവാസികളായി ഒട്ടും പറയുന്നുണ്ട്. അയാൾക്ക് കമന്റ് പറയാണ് ഇങ്ങനെ, ആള് ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ കർമ്മം കൊണ്ട് ശൂദ്രനാന്ന് പറയുന്നു ഇല്ലേ. അപ്പോൾ ആളെ പ്രവൃത്തി കൊണ്ട് ആള് ശൂദ്രന്റെ പ്രവൃത്തി ചെയ്യുന്നത്, ആള് ബ്രാഹ്മണനാണ് എന്ന പോലെയാണിത്. ഇത് ശരിക്ക് അർത്ഥം കൊണ്ട് എന്താണ്, ടു ചിൽഡ്രൻ എന്ന് വെച്ചാൽ കുട്ടികളോട്, അർത്ഥം കൊണ്ട് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. പക്ഷേ ഇത് ഇതിൻ്റെ ധർമ്മം കൊണ്ട് എന്താണ്, അതിൻ്റെ ധർമ്മം കൊണ്ട് അല്ലെങ്കിൽ അത് എന്താണത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. പക്ഷെ രൂപം കൊണ്ട് പ്രപ്പോഷൻ ചേർന്നുകൊണ്ട് അത് അഡ്വർബായിട്ടാണ് കണക്കാക്കുക. അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷയാണ്, അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത കേസുകൾ വരാറുണ്ട് അല്ലേ. മലയാളത്തിന്റെ കേസിലെല്ലാം അങ്ങനെയല്ലേ. ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാല്, എൻ്റെ പേരക്കുട്ടീൻ്റെ, അവൻ 5 വയസ്സായിട്ടുള്ളൂ. അവൻ ഒരു കോടി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയാം, അച്ചാച്ചാ ഞാൻ പ്രാണീനെ തല്ലി, ഞാൻ പ്രാണീനെ കൊല്ലി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെന്താ പറയുക, കൊല്ലി എന്ന് പറയൂ, പറയില്ല അല്ലേ. കൊന്നു എന്ന് അവൻ പറഞ്ഞത് പ്രാണീനെ കൊന്നു എന്നാണ്. അതിന് പകരം പറഞ്ഞത് എന്താണ്, കൊല്ലി. എന്താണത്, തല്ലുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ചിന്തിച്ചു നോക്കി, എന്താണ് തല്ലി. തല്ലുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് തല്ലി എന്നാണെങ്കിൽ കൊല്ലുക എന്നതിൻ്റെ പാസ്റ്റ് കൊല്ലിയാകണ്ടേ. അത് കുട്ടികൾ ഭാഷ പഠിച്ചു വരുമ്പോൾ അവരെ ബ്രെയിൻ ആ പാറ്റേൺസ് തിരിഞ്ഞ് തല്ലുക തല്ലി, കൊല്ലുക കൊല്ലി എന്ന അർത്ഥത്തിൽ അവൻ കൊല്ലി എന്ന് പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മളെന്താ പറയുക, കൊന്നു. അതിനായിട്ട് നമ്മളൊരു സമാനം എന്താ പറയുക, തല്ലുക എന്ന് അവൻ എന്നോട് ചോദിക്കണ്ട, അച്ചാച്ച തല്ലുക എന്ന് പറഞ്ഞതിന് തല്ലി എന്നല്ലേ പറയുക, അപ്പൊ കൊല്ലുക എന്നുള്ളത് കൊല്ലി എന്നല്ലേ പറയുന്നത്. എന്തേ കൊന്നു എന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റൂ ഇല്ല. അത് നമ്മൾ അങ്ങനെ പ്രയോഗിച്ച് ശീലമായി, അതൊരു രീതിയായി എന്നേ പറയാൻ നോക്കൂ. അതെന്നെ ഇക്കാര്യത്തിലും പറയാൻ പറ്റുള്ളൂ. അവരങ്ങനെയാണ് അത് നിശ്ചയിച്ചത്, പ്രയോഗിച്ചു വരണം, അതുകൊണ്ട് അങ്ങനെയായി. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് അവരോട് തന്നെ ചോദിക്കുന്നത് എന്താണത് കാരണം, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മലയാളം ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇത് അവർ ഉണ്ടാക്കിയത് എന്തുകൊണ്ട് എന്നുള്ളതൊന്നും ഒരു സ്ഥലത്ത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ അറിവിൽ വെച്ച് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഇതുകൾ നമ്മുടെ പ്രയോഗത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പറയുക 7 പത്തത്തിൽ 70, 8 പത്തത്തിൽ 80, അപ്പോൾ 9 പത്തിൽ 90, 100 എന്ന് അവസാനിക്കുന്നത് അല്ലേ. അത് ശരിയാണ്, അത് ശരിയാണ്. എന്തുകൊണ്ട് 90? 9 10 എന്നല്ലേ പറയണ്ടേ, 9 എന്നല്ലേ പറയണ്ടേ. 8നെ 80 എന്ന് പറയണമെങ്കിൽ 7നെ 70 എന്ന് പറയുന്നതിൽ 9 10 9 എന്നല്ലേ പറയുന്നത്. ഇതെന്താണ് 90 എന്ന് പറഞ്ഞ ചോദിച്ചാൽ എന്താ പറയാ, അത് അങ്ങനെയായിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. കൂടുതൽ എനിക്ക് അനുസരിക്കാൻ അറിഞ്ഞുകൂടെ, ക്ഷമിക്കണം. പിന്നെ ഒരു പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യം വെച്ചാൽ അങ്ങനെ ഇത് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് തന്നെ വെക്കണം, എന്നാൽ ഈ അർത്ഥം കിട്ടുള്ളൂ. ഇത് ഓബ്ജക്റ്റ്, ഇത് അഡ്വർബ്. ചോദ്യം അതിൽ വളരെ പ്രസക്തമായ ചോദ്യമായിരുന്നു അത്. ഇത് അഡ്വർബ് ആണെങ്കിൽ എവിടെ വെക്കണം? അത് നല്ല ചോദ്യമാണ്, വളരെ പ്രസക്തമായി. അത് നമുക്കറിയാം, MPT എന്നൊരു ടെക്നിക്ക്, ഞാനൊരു ടെക്നിക്കാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ അഡ്വർബ് ഉണ്ടാവുക, മാനറിനെ കുറിക്കുന്നത്, പ്ലേസിനെ കുറിക്കുന്നത്, ടൈമിനെ കുറിക്കുക എന്ന ക്രമത്തിലായിരിക്കണം അവസാനം വെക്കേണ്ടത്. നമുക്കറിയാം, ഇതിന് നമ്മൾ പഠിച്ചിരുന്ന ഒരു കാര്യം മനസ്സിലായി. നമുക്ക് ഏറ്റവും അവസാനമാണ് എന്ത് വരിക, അഡ്വർബുകൾ വരിക എന്ന് മനസ്സിലായി. അഡ്വർബിൽ ഒന്നാമൻ മാനറും, രണ്ടാമൻ പ്ലേസും, മൂന്നാമൻ ടൈമാണ്. അതായത് അവസാനത്തിൽ ആദ്യത്വൻ മാനറാണ്. ഇവന് അതായത് അപ്പോൾ ഇത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ലോജിക്കാണ്. ഇതിൽ എന്തായാലും ഇത് അഡ്വർബിന്റെ രൂപമാണെങ്കിലും അതിന് കർമ്മം കൊണ്ട് ആളാരാ,
ആൾ ഒബ്ജക്റ്റ് ആണല്ലോ. അതുകൊണ്ട് അവന്റെ സ്ഥാനം വെർബിന് ഒബ്ജക്റ്റിന്റെ സ്ഥാനം എപ്പോഴും ഏറ്റവും അടുത്തായിരിക്കണം അല്ലേ. അപ്പോ ഇത് എവിടെ വെക്കണം? ഇതിനേക്കാളെല്ലാം മുമ്പിൽ വരണം. ഏറ്റവും അടുത്തായിരിക്കണമെങ്കിൽ ഇതിനേക്കാളെല്ലാം മുൻപിലായിരിക്കണം അല്ലേ. അപ്പോ ഇങ്ങനെ അഡ്വർബ് അതായത് ഈ 3 അഡ്വർബിനും മുമ്പിലായിരിക്കും. ഏറ്റവും മുൻപില് അഡ്വർബുകളിൽ ഏറ്റവും മുമ്പിൽ വരേണ്ടത് ഏതായിരിക്കണം? ഇതായിരിക്കണം എന്നൊരു കാര്യം നമുക്ക് പറയാനൊക്കൂ. ഓക്കെ, അത് വിശദീകരണം മതിയായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി മറ്റ് ചില സംശയങ്ങളിലേക്ക് കടക്കാം. ഇപ്പൊ അടുത്തൊരു സംശയം നമുക്ക് നോക്കാം. ഇപ്പൊ സപ്രസിങ് റൈസിങ് വോയിസ് ഇതുപോലത്തെ 3 തന്നെ കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ ആയിട്ട് ഞാൻ 1-2 എടുത്തേ പറയുന്നുള്ളൂ. കാരണം പെട്ടെന്ന് സമയം പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നോക്കിയപ്പോൾ. ഇപ്പോൾ സപ്രസിങ് റൈസിങ് വോയിസസ്, ഇതിൽ വോയിസിങ് എന്നതിൻ്റെ മുമ്പിൽ 2 വന്നിട്ടുണ്ട്, സപ്രസിങ് റൈസിങ്. നമുക്കറിയാം റൈസിങ് എന്നതിന് ഏതർത്ഥത്തിലാണ് എടുക്കേണ്ടത്? ഇതിന് 5-6 അർത്ഥം ഉണ്ടല്ലേ. അത് ഉയരുക, ഉയരുന്നത്, ഉയരല്, ഉയർന്നിട്ട്, ഉയർന്നുകൊണ്ട്, അങ്ങനെയൊക്കെ കുറെ അർത്ഥം ഉണ്ടല്ലോ. 5-6 അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഏതർത്ഥത്തിന്റെ ഇവിടെ എടുക്കുക? അപ്പൊ നമുക്ക് എന്താ വെച്ചാല് സന്ദർഭത്തിൽ നിന്ന് നമുക്ക് നോക്കിയിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു കുപ്പിക്ക് മൂടി വേണം. കടയിൽ ചെന്ന് നോക്കി അവിടെ 5-6 തരം മൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പാകമായി മൂടി കിട്ടുക ഓരോന്ന് വെച്ചാൽ കൂടുതലാവും, ചിലപ്പോൾ കുറവായിരിക്കും. നമുക്ക് ഒരെണ്ണം പാകവും എടുക്കും. അങ്ങനെയല്ലേ നമ്മള് ചെയ്യാം. എന്ന പോലെ തന്നെയാണ് ചില കാര്യങ്ങള്. പിന്നെ ചിലത് സന്ദർഭത്തിൽ നിന്ന് എടുക്കുക. ഇപ്പൊ നമ്മള് ഒരിക്കൽ ക്ലാസ്സിലുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ കണക്ക് ടീച്ചർ ഉച്ചതിരിഞ്ഞ് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ നല്ല ഉറക്കം വരുന്ന സമയമാണ്. കണക്കാകുമ്പോൾ പറയും വേണ്ട, അത് മനസ്സിലാവാതിരുന്നാൽ തീരും പറയണ്ടല്ലോ. അപ്പോൾ ബാക്കിലെ ബെഞ്ചിലെ കുട്ടികൾ ഇങ്ങനെ നോക്കാണ്ട് പുറത്തേക്കൊക്കെ നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ കണ്ടുകൊടുത്താൽ തീരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ടീച്ചർ കണ്ടപ്പോൾ ഭിന്നസംഖ്യ ഹരിക്കാനായിട്ട് ബോർഡിലെഴുതി. അപ്പോൾ ഒരുത്തനെ പിടിച്ച് പറഞ്ഞു, എന്തായാലും ഉത്തരം ചോദിച്ചു. അപ്പോൾ അവരെന്ന് പറഞ്ഞത് മരം എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഉത്തരം എന്ന് ചോദിച്ചത്? എന്താണ് ഉദ്ദേശിച്ചത്? ഉത്തരം എന്നുള്ളത് അവിടെ നിന്ന് മരത്തിന്റെ ഇതായിരുന്നു. ഇത് ഉത്തരമായിട്ട് ഓടുമേഞ്ഞതാകുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത് മരത്തിന്റെയാണ്. പെട്ടെന്ന് അത് എന്തോ ഉണ്ടോ അങ്ങനെ പറഞ്ഞു. പയ്യനെ ആശ്ചര്യമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവളുടെ ചിന്തയിൽ അതുകൊണ്ടാകാം അങ്ങനെ വന്നേ. അപ്പോൾ ടീച്ചർ എല്ലാവരും ചിരിച്ചു. അപ്പൊ എന്താണ് പറഞ്ഞത്? ആ സന്ദർഭത്തിൽ ഉത്തരം എന്താണെന്ന് ചോദിച്ചു. ആ ഹരിച്ചതിന്റെ ഉത്തരമാണ് ചോദിച്ചത്. പക്ഷെ നിങ്ങളുടെ വീട് മറ്റു പണിയുന്ന സമയത്ത് നമുക്ക് ഇന്നിപ്പോ ഉത്തരം വേണമെങ്കിൽ മരം വയ്ക്കാം, അല്ലെങ്കിൽ ഇരുമ്പ് വയ്ക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു വെൽഡറോ എന്ന് ചോദിക്കണം, ഉത്തരം ഏതാ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആ ഉത്തരം മരം അല്ലെങ്കിൽ ഇരുമ്പെന്ന് പറയുമ്പോൾ ആ ഉത്തരം അവിടെ കറക്റ്റാണ്. കാരണം ആ സാഹചര്യത്തിൽ അതാണ് ഇത്. അപ്പോൾ സാഹചര്യമൊക്കെ നോക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്ന് വെക്കുമ്പോൾ ശരിയാവും. ഓരോന്ന് നമ്മൾ വെച്ച് നോക്കിയിട്ട് അർത്ഥം എടുക്കുമ്പോൾ അത് പ്രാക്ടീസ് കൊണ്ട് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ റൈസിങ് വോയിസസ്, ഇവിടെ ഉയരുക ശബ്ദം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഉയരൽ ശബ്ദം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഉയർന്നുകൊണ്ട് ശബ്ദം എന്ന് പറഞ്ഞാലും ശരിയാവില്ല. കാരണം ഇതിൻ്റെ നൗണ്ട് മുമ്പിലിരിക്കുന്ന ഒരു വിശേഷണമാണത് അല്ലേ. അതൊരു നൗണ്ട് മുമ്പിൽ വരുമ്പോൾ മിക്കവാറും അതിൻ്റെ ഇതെന്താണ്, അതിന് എന്ന അർത്ഥത്തിലുള്ള നാമവിശേഷണം എന്ന അർത്ഥത്തിലാണ് ഈ കൂടുതൽ യോജിച്ചത്. ഒരു നൗണ്ട് മുമ്പിൽ വരുമ്പോൾ ഉയരുന്ന, അപ്പൊ റൈസിങ് വോയിസസ് ഉയരുന്ന ശബ്ദങ്ങൾ, സപ്രസിങ് അതിന് പല അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഉയരുന്ന ശബ്ദങ്ങൾ സപ്രസ് ചെയ്യാൻ അടിച്ചമർത്തുക, സപ്രസ് ചെയ്തുകൊണ്ട് എന്ന അർത്ഥത്തിലെടുക്കാം, സപ്രസ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലെടുക്കാം, സപ്രസ് ചെയ്യൽ എന്ന അർത്ഥത്തിലെടുക്കാം, സപ്രസ് ചെയ്തുകൊണ്ട് എന്ന അർത്ഥത്തിലെടുക്കാം, സപ്രസിങ് ചെയ്തിട്ട് ഏതർത്ഥം എടുത്താലും ശരി. ഇവിടെ ഒരർത്ഥേ കിട്ടുന്നുള്ളൂ, ഉയരുന്ന എന്നുള്ളത്. ഇവിടെ അർത്ഥം ഇതിൽ ഏതെടുത്താലും നമുക്ക് പ്രയോഗിക്കാം. അത് എഴുതുന്ന ആൾ എന്താണ് ഉദ്ദേശിച്ചത്, ആ വാചകം മുഴുവൻ കേട്ടാൽ നമുക്ക് പറയാൻ പറ്റും.
ഇപ്പൊ ഉയരുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്തുന്നത് അപകടകരമാണ് എന്നുണ്ടെങ്കിൽ ഒരു വാചകത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏതർത്ഥമായിരിക്കും വരയിന്? ഇപ്പൊ നമ്മൾ ആൾക്കാരെ ശബ്ദങ്ങൾ ഉയരുകയാണ്, അത് അടിച്ചമർത്തുന്നത് അപകടമെന്ന് ഒരു ഭരണാധികാരിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും പറയാ? ആ വാചകം എങ്ങനെയായിരിക്കും പറയാ? ഉയരുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്തുന്നത് അല്ലെ അടിച്ചമർത്തൽ അപകടകരമാണ് എന്ന വാചകത്തിലാണെങ്കിൽ നമ്മൾ പറയുന്ന ING ഫോമിന് നൗണിന്റെ രൂപമാണുള്ളത്, നൗണിന്റെ രൂപമാണുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഉയരുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്തിയിട്ട് ഭരണം തുടർന്നു, അങ്ങനെയാവാം അല്ലെ? അടിച്ചമർത്തിക്കൊണ്ട് ഭരണം തുടർന്നു, അങ്ങനെയാവുമ്പോ എന്തായിരിക്കും വരിക? അവിടെ ഈ അടിച്ചമർത്തിക്കൊണ്ട് എന്നുള്ളതാണ്, അത് അഡ്വർബ്. അല്ലെങ്കിൽ അടിച്ചമർത്തിയിട്ട് എന്ന അർത്ഥം, രണ്ടർത്ഥത്തിലും അതിനർത്ഥം വരും. അപ്പോ അതെങ്ങനെയാണെന്നുള്ളത് അങ്ങനെ നമുക്ക് അതിന് സന്ദർഭം അനുസരിച്ചാണ് കൂട്ടിയെടുക്കുമ്പോഴാണ് ഏതർത്ഥമാണെന്നുള്ളത് കിട്ടാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് സബ്ജക്റ്റ് ആയിട്ടോ ഓബ്ജക്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അതാണ് അതിനുള്ള ഒരു രീതി. അപ്പോ നിങ്ങളോട് ഒരു ചോദിക്കാം, കൺട്രോളിങ് ഇൻക്രീസിങ് പ്രൈസസ് എന്തായിരിക്കും വരിക? കൺട്രോളിങ് ഇൻക്രീസിങ് പ്രൈസസ്. അപ്പൊ എന്താർത്ഥം? പ്രൈസസ് നൗണാണ് അല്ലേ? വില. ഇൻക്രീസിങ് പ്രൈസസ് അവിടെ അതുപോലെ നൗണിന്റെ മുമ്പിൽ തൊട്ട് വയ്ക്കുമ്പോൾ ഉയർന്നിട്ട് ഒന്നും വയ്ക്കാൻ പറ്റില്ല, ഉയരുന്ന വിലകൾ. അപ്പൊ പിന്നത്തെ അതിന് മുമ്പിൽ കൺട്രോളിങ് എന്നുണ്ട് വിചാരിക്കുക. കൺട്രോളിങ് അത് വേണമെങ്കിൽ എങ്ങനെ പറയാം? കൺട്രോളിങ് എന്ത്? ഉയരുന്ന വിലകൾ നിയന്ത്രിക്കുന്നത്. അതൊന്ന് വേണമെങ്കിൽ എഴുതി വിശദീകരിക്കാം. അപ്പോൾ അടുത്തത് കൺട്രോളിങ് ഇൻക്രീസിങ് പ്രൈസസ് എന്നുള്ളത് ആണ്. ആ പ്രൈസസ് എന്നുള്ളത് നൗണാണ്. ആ നൗണിനെ തൊട്ട് മുമ്പിൽ വരുന്നതിന് ഒരു സാധ്യതയേ ഉള്ളൂ. എന്താണ് ആ സാധ്യത? വിശേഷണമാകാൻ, അഡ്ജക്റ്റീവ്. അപ്പൊ ഇൻക്രീസിങ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിക്കുന്ന വിലകൾ, അങ്ങനെ പറ്റും. കൺട്രോളിങ്. അപ്പൊ കൺട്രോളിങ്ങിന് കുറെ അർത്ഥമാവാം. ഏതൊക്കെയാവും? അത് നിയന്ത്രിക്കുക, നിയന്ത്രിക്കുന്നത്, നിയന്ത്രിക്കൽ, നിയന്ത്രിച്ചിട്ട് ഒക്കെ നിയന്ത്രിച്ചു കൊണ്ട്, അങ്ങനെയൊക്കെ ആവാം. ഇതിൽ ഏതർത്ഥമാണ് പറയണമെങ്കിൽ ആ വാചകം കൂടി പറഞ്ഞാലേ നമുക്ക് പറ്റൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിരക്ക് വിലകൾ നിയന്ത്രിക്കുന്നത് എളുപ്പമല്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും അർത്ഥം വരിക? കൺട്രോൾ ചെയ്യുന്നത്. അത് വെർബൽ നൗണായിട്ട് ആണ് വരിക, ജിറൻറ്റ് ആയിട്ട് വരും. കൺട്രോളിങ് ഇൻക്രീസിങ് പ്രൈസസ് ഈസ് എ ഹെവി ടാസ്ക് എന്നൊക്കെ പറയില്ലേ? വിലകൾ നിയന്ത്രിക്കുന്നത് വളരെ ഭാരിച്ച പണിയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. അല്ല, അതില് ഇങ്ങനെയും പറയാം, ഉയരുന്ന വിലകൾ നിയന്ത്രിച്ചിട്ട് ഗവൺമെന്റ് ജനങ്ങളുടെ സപ്പോർട്ട് നേടി, അങ്ങനെ പറയാലോ. വിലകൾ നിയന്ത്രിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എന്തുവരും? അതിനെന്താണ് വരിക? അത് ഒരു അഡ്വർബിന്റെ ലെവലിലേക്ക് അത് വരും. അപ്പൊ അഡ്വർബായിട്ട് അപ്പൊ ഉപയോഗിക്കാം. ഗവൺമെന്റ് won the support of the people controlling the increasing prices. നിയന്ത്രിച്ചിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് നേടി. ഇനി വേറെ തരത്തിൽ പറയാം, ഇതൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാം. ഗവൺമെന്റ് വർദ്ധിക്കുന്ന വിലകൾ നിയന്ത്രിക്കുന്ന നടപടികൾ സ്വീകരിച്ചു. ഇപ്പൊ നടപടികൾ എന്നുള്ള സ്റ്റെപ്സ്, ആ സ്റ്റെപ്സിന്റെ വിശേഷണമായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ വിശേഷണം? സ്റ്റെപ്സ് നടപടികൾ,
ആ നടപടികൾ എന്ന വാക്കിന്റെ ഇംഗ്ലീഷാണ് സ്റ്റെപ്സ്. അതിന്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ഭാഗം അതിന്റെ ബാക്കിൽ വരും. അപ്പോ എങ്ങനെയായിരിക്കും പറയാ? സ്റ്റെപ്സ് കൺട്രോളിങ് ഇൻക്രീസിങ് പ്രൈസസ്, അങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, വിശേഷണമായിട്ടും ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിൽ ഇത് ഉപയോഗിക്കും. അത് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ എങ്ങനെയാണ് അർത്ഥം എടുക്കുക എന്ന് പറയാൻ വേണമെങ്കിൽ ഏത് വാചകത്തിൽ ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയേ പറ്റൂ എന്നാണ് ഇത്തിരി കാര്യം പറയാനുള്ളത്. ഇതേ പാരിന് ബാക്കി 2 സംശയങ്ങളും അപ്പം അതുപോലെ അത് മനസ്സിലാക്കുക. കാരണം അത് ഓരോന്നും വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. മറ്റൊരു സംശയം, ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള വാചകങ്ങളിൽ വന്നിട്ടുള്ള അർത്ഥമെടുക്കുന്നതാണ്. അവിടെ പ്രയോഗം മനസ്സിലാക്കുന്നതിനാണ്. അതിൽ 5ഓളം എഴുതിയിട്ടുണ്ട്. ഓരോത്തിന് 10 മിനിറ്റ് ആകുമ്പോൾ 5 50 മിനിറ്റിൽ കവിയും. അതുകൊണ്ട് അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ 2 മോഡലായിട്ട് ചെയ്തു തരാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം പിന്നെ ഇതൊക്കെ വിശദീകരിക്കുന്ന ഏറ്റവും ടഫ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അത് ടഫായത് വാചകമായിട്ടില്ല, ഇത് വാചകത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൂ. ആ ഇതേപോലത്തെ വാചകത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും ടഫായിട്ട് ഇംഗ്ലീഷ്. അതുകൊണ്ട് ഇതിലെ ഈ അതായത് പഠിപ്പിച്ച ഭാഗങ്ങൾ ഉറക്കാത്തവർക്ക് ഈ ഭാഗം ഞാൻ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരിക്കും പഠിച്ച വലിയ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് വല്ലാത്ത ബോർഡ് അനുഭവപ്പെടും. അവർ പലതൊക്കെ പഠിച്ചിട്ട് ഇത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഭാഗം കൺഫ്യൂഷൻ ആകും. അത് ഈ ലെവലിലേക്ക് എത്താത്തവർക്ക് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലൊക്കെ വന്നുകൂടായില്ല. അവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് കണ്ടോ. ഇത് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സർക്കുലർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓഫീസ് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം. സർക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്കുന്ന ചില നിർദ്ദേശങ്ങളുടെ ഒരു ഗവൺമെൻറ് കൈകഴിക്കുന്ന വിശദീകരണമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ സർക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കുലർ എന്നുള്ളത് നൗണാണത്. സർക്കുലർ അയച്ചു എന്ന് പറയുന്നത് എല്ലാ ഓഫീസുകൾക്കും അത് സംബന്ധിച്ച് സർക്കുലർ അയച്ചു. ആളുകൾക്ക് ജോലി ചെയ്യാനായിട്ട് ചില റൂൾസിൻ്റെ വിശദമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് സർക്കുലർ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് നൽകപ്പെട്ട എന്നാണ് അർത്ഥം. ഇഷ്യൂ ചെയ്യാൻ നൽകപ്പെട്ട. അപ്പോൾ സർക്കുലർ ഇഷ്യൂഡ് എന്ന് പറഞ്ഞ എന്താർത്ഥം? ഇതിന് ഏകദേശം ഒരു അർത്ഥം തന്നെ വരില്ല. ഇഷ്യൂഡ് എന്ന് അത് പാസീവിലുള്ളത്, അഡ്ജക്റ്റീവ് ആയിട്ടുള്ളത്, വേറെ അർത്ഥം വരാറില്ല. അപ്പോൾ സർക്കുലർ ഇഷ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിള് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ ഭൂരിഭാഗവും അത് ഈ നൗണിൻ്റെ ബാക്കിലാണ് വയ്ക്കുക. കാരണം അതിനോട് വിശേഷണം ഉണ്ടെങ്കിൽ. കാരണം ഇത് അഡ്ജക്റ്റീവ് ആണെങ്കിലും വെർബാണ് അഡ്ജക്റ്റീവ്, വെർബിൻ്റെ ഒരു രൂപമാണത്. അപ്പോൾ വെർബിൻ്റെ രൂപമാണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. എങ്കിലും ഒരു വെർബിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കും. അതായത് അഡ്വർബുകൾ അതിനുണ്ടാകും, അർബുകൾ സ്വീകരിക്കും, അതുപോലെ ചെയ്യും. അപ്പോൾ ക്ലാരിഫയിങ്, അപ്പോൾ ഇതിൻ്റെ വിശേഷണമാണ് ഇപ്പുറത്ത് വരുന്നത്. എങ്ങനെ? ന്യൂ റൂൾസ്. അപ്പോൾ പുതിയ ഉത്തരവുകൾ. ന്യൂ റൂൾസ് എന്ന് വെച്ചാൽ പുതിയ ഉത്തരവുകൾ. അതെന്ത് ചെയ്യുക? ക്ലാരിഫൈ ചെയ്യുക. ക്ലാരിഫൈ ചെയ്ത് കൊണ്ട് എന്നാണ് ഇവിടെ യോജിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യുന്ന ഇഷ്യൂഡിൻ്റെ വിശേഷണമായിട്ടാണ് ഇത് വരിക. അപ്പോൾ ഇഷ്യൂഡിൻ്റെ വിശേഷണമായിട്ട് വരുമ്പോൾ, അതായത് ഇഷ്യൂഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇഷ്യൂഡിൻ്റെ അഡ്വർബായിട്ടാണ് ഇത് വരിക. ഈ അഡ്വർബായിട്ട് വരുന്നത് എന്താണ്? ഒരു ING ഫോമാണ്. ING ഫോം അഡ്വർബായിട്ട് ഉപയോഗിക്കും. എങ്കിലും അതെന്താണ്?
അത് ഒരു വെർബിന്റെ ഫോം തന്നെയാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? ഇതിന്റെ ഓബ്ജക്റ്റ് ആണ് ഈ പുതിയ റൂൾസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓബ്ജക്റ്റ് ക്ലാരിഫൈ ചെയ്യുക എന്ന ഒരു വെർബിന്റെ ഫോമിന്റെ ഓബ്ജക്റ്റ് ആണിത്. ഓബ്ജക്റ്റ് പുതിയ നിയമങ്ങൾ. ക്ലാരിഫൈ ചെയ്യാൽ അത് വിശദമാക്കുക, അപ്പോൾ വ്യക്തത വരുത്തുക എന്നൊക്കെ അർത്ഥം. അപ്പോ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യക്തം വരുത്തുക. എന്ത് വ്യക്തം വരുത്തുക? പുതിയ നിയമങ്ങൾ നിയമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വിശദമാക്കുക എന്നൊക്കെ അർത്ഥം. പുതിയ നിയമങ്ങൾ വിശദമാക്കിക്കൊണ്ട് നൽകപ്പെട്ട. അപ്പൊ നൽകപ്പെട്ട, എങ്ങനെ നൽകപ്പെട്ട? അതിന്റെ ഒരു അഡ്വർബ്. എങ്ങനെ നൽകപ്പെട്ട? വിശദമാക്കിക്കൊണ്ട്. ആ വിശദമാക്കിക്കൊണ്ട് നൽകപ്പെട്ട, അല്ലെ? പുതിയ നിയമങ്ങൾ. ആ പുതിയ നിയമങ്ങൾ, പുതിയ റൂളുകൾ വിശദമാക്കിക്കൊണ്ട് നൽകപ്പെട്ട സർക്കുലർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഒരു വിശേഷണമാണ് ഇത്. ഇതിന്റെ അഡ്ജക്റ്റീവാണിത്. മനസ്സിലായ? ഇതിന്റെ അഡ്വർബാണ് ഇത്. ഇതിന്റെ അഡ്വർബാണ് ഇത്. ഇതിന്റെ ഓബ്ജക്റ്റ് ആണിത്. ഇതിന്റെ ഓബ്ജക്റ്റ് ആണിത്. അപ്പോ ഇതിന്റെ അഡ്വർബ് ഇതിന് ശേഷമാണ് വരിക, ഇതിന്റെ ഓബ്ജക്റ്റ് അതിന് ശേഷമാണ് വരിക. അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ സർക്കുലർ ഇഷ്യൂഡ് ക്ലാരിഫൈ ന്യൂ റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ എടുക്കുക: പുതിയ നിയമങ്ങൾ വിശദമാക്കിക്കൊണ്ട് നൽകപ്പെട്ട ഉത്തരവുകൾ. ഇതിന്റെ റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും. പുതിയ ഉത്തരവുകൾ വിശദമാക്കിക്കൊണ്ട് നൽകപ്പെട്ട സർക്കുലർ എന്നാണ്. ഇതിന്റെ വിശേഷണം ഇഷ്യൂഡ് ആയിക്കൊണ്ട് ഇഷ്യൂഡ് അതിന്റെ ബാക്കിൽ വന്നു. ആ ഇഷ്യൂഡിന് ഒരു അഡ്വർബ് ഉള്ളത് കൊണ്ട് അത് അതിന്റെ ശേഷം വന്നു. ആ അഡ്വർബിന് ഒരു ഓബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് അതിന് ശേഷം വന്നു. അങ്ങനെയാണല്ലോ ഒരു വെർബിന് എന്തെങ്കിലും ഓബ്ജക്റ്റോ അല്ലെങ്കിൽ അഡ്വർബോ ഉണ്ട്, ആ വെർബിന് ശേഷം. അപ്പോൾ സർക്കുലർ എന്നുള്ളതിന് വിശേഷണമായി ഇഷ്യൂഡ് എന്ന ഒരു വെർബ് രൂപം ഉള്ളത് കൊണ്ട് അത് അതിൻ്റെ ബാക്കിൽ വെച്ചു. ആ വെർബ് രൂപത്തിന് ഒരു അഡ്വർബ് വിശേഷണമായിട്ട് കൊണ്ട് അത് ആ അഡ്വർബ് ഇതിൻ്റെ അതിന് കഴിഞ്ഞിട്ട് വെച്ചു. അത് വരുന്നതിന് പിന്നെ ഒരു എന്താ പറയുക ഓബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് അത് അതിന് ശേഷം വെച്ചു. അതാണല്ലോ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്രമം. ഇംഗ്ലീഷിൻ്റെ ആ ക്രമം പാലിച്ചു എന്നുള്ളൂ. അത് ING ഫോം വെക്കുമ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെക്കുമ്പോഴും അതേ നിയമം. നൗണിന് ശേഷമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒക്കെ വിശേഷം സാധാരണ വെക്കാറുള്ളതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇത്, ഇതിൻ്റെ ബാക്കിൽ ഇത്, ഇതിൻ്റെ ബാക്കിൽ അത് വന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അടുത്ത് നിങ്ങൾക്ക് തന്നെ പറയാം. ലെറ്റർ എന്ന് വെച്ചാൽ കത്ത്, അത് നൗണാന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ പിന്നെ കത്തിന് ബാക്കിൽ സെൻഡ് എന്ന് പറഞ്ഞ എന്തർത്ഥം? അയച്ചു, അയക്കപ്പെട്ട. അപ്പോൾ ഇത് പിന്നെ വരുന്നത് എന്തായിരിക്കും? അയക്കപ്പെട്ട. അപ്പോൾ ലെറ്റർ സെൻഡ് എന്തർത്ഥം വരിക? കത്ത്, അയക്കപ്പെട്ട കത്ത്. ഇനി അയക്കപ്പെട്ട എന്നുള്ളതിനൊരു വിശേഷണമില്ല. എന്ത്? റിക്വസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി എങ്ങനെ. അപ്പോൾ അയക്കപ്പെട്ട, അപ്പം നമുക്കറിയാം റിക്വസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അപേക്ഷിക്കുക, അപേക്ഷിച്ചുകൊണ്ട്, അപേക്ഷിക്കുന്ന, അപേക്ഷിച്ചെന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇതിലേതാ സൂട്ടാവുക? അപേക്ഷയിൽ വെച്ച അയക്കപ്പെട്ട. എങ്ങനെ അയക്കപ്പെട്ട? എങ്ങനെ? അപേക്ഷിച്ചു കൊണ്ട് എന്നല്ലേ സൂട്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വർബാണ്. എങ്ങനെ? അപേക്ഷിച്ചു കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വർബ് ഇപ്പുറത്ത് വന്നു. ആ അഡ്വർബ് ഇങ്ങനെ എന്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ എന്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്? ആ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്ത് എന്ന് നമ്മൾ പഠിച്ചു. അത് ഓബ്ജക്റ്റ് ആണെന്നല്ലേ? അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എവിടെ? ഏതൊരു വെർബിൻ്റെ ഒബ്ജക്റ്റ് അതിന് ശേഷമല്ല വരിക. അപ്പോൾ അതിന് ശേഷം എന്ത് ആവശ്യം? ഫർദർ ഡീറ്റെയിൽസ്, കൂടുതൽ വിശദാംശങ്ങൾ.
അതിൽ കൂടുതൽ വിശദാംശങ്ങൾ. അപ്പോ ഇതിനെ കൊണ്ട് എന്നർത്ഥം, അപേക്ഷിച്ചുകൊണ്ട്, ഇതിന് അയക്കപ്പെട്ട, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തെങ്കിലും വിശേഷണം ഉണ്ടെങ്കിൽ അത് അതിന് ശേഷം ഈ നൗണിന്റെ ശേഷമാണ് വെക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഇത് വന്നു, ഇതിന്റെ അഡ്വർബ് അതിന് ശേഷം വന്നു, ഇത് ഇവിടെ വന്നു, ഇതിന്റെ ഓബ്ജക്റ്റ് ഇതിന് ശേഷമാണ് എന്നുകൊണ്ട് അവിടെ വന്നു. ഇനി ഇതിലുള്ള ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ അർത്ഥമെടുത്താൽ മതി എന്ന് പറയുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയാണ് വിശദീകരിക്കാനുള്ളത്. ഇപ്പൊ തന്നെ വീഡിയോയുടെ നീളം വളരെ അധികം കൂടി. പിന്നെ ഒരെണ്ണം കൂടി ഇതായിട്ടുണ്ട്, അത് വളരെ ചെറുതായതുകൊണ്ട് അതൊന്നും കൂടി വിശദീകരിച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സംശയം, ഒരു വാചകം തന്നിരുന്നു. ആ വാചകം ടൈപ്പിൽപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടായിരുന്നു. അതിന് ഞാൻ സമാന വാചകമായിട്ട് ഒരു വാചകം എഴുതാണ്. ഈ വാചകം ടൈപ്പിൽപ്പെട്ട് ആണെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് സ്വയം കണ്ടുപിടിക്കാം. സ്വയം കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു രസം കൂടുതലുണ്ടല്ലോ. അപ്പൊ നോക്കുക, ടോം ഹാഡ് എ കാർ എന്ന് പറഞ്ഞ എന്താർത്ഥം? ടോമിന് ഒരു കാർ ഉണ്ടായിരുന്നു. ടോം ഹാഡ് ഗോട്ട് എ കാർ, ടോമിന് ഒരു കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ രണ്ടും ഒരേ അർത്ഥമാണ് അല്ലേ? രണ്ടും ഒരേ അർത്ഥം, ഒരേ കാര്യം രണ്ട് തരത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ടോം ഹാഡ് എ കാർ എന്ന് പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തേത് ടോം ഹാഡ് ഗോട്ട് എ കാർ എന്ന് കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു വെച്ചാലും ഒന്നാണ്. ഇതില് ഒരു കാർ, ഇത് രണ്ടാമത്തെ വായിക്കുക, ഹാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർക്ക്? ഈ മിസ്റ്റർ ടോം എന്ന സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് കിട്ടിയിട്ടുള്ളത്? ഒരു കാറ്. ഇതിന്റെ അർത്ഥം തന്നെയാണ് ടോം എന്നത് കാറ് ഉണ്ടായിരുന്നു, അതായത് കിട്ടിയിട്ടുണ്ടായിരുന്ന അർത്ഥം. എ കാർ, ഇവിടെ ഹാഡ് ഒരു മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലെന്താണ് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇതിലെന്താണ് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പോൾ ഇത് എ ടൈപ്പ് വാചകത്തിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എന്നുള്ളത് എ ടൈപ്പിൽപ്പെട്ടായിരിക്കും. അത് SVO എന്നതിൽ പെട്ടായിരിക്കും അല്ലെ? സെക്കൻഡ് ടൈപ്പ് വാചകത്തിൽ പെട്ടതാണ്. അങ്ങനെയാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് അവര് ഇംഗ്ലീഷുകാർ തിരിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ വാചകങ്ങളെയും മൂന്ന്, അതായത് ഇങ്ങനത്തെ വെർബുകളെല്ലാവരും തിരിച്ചിട്ടുള്ളത് മൂന്നാക്കിയിട്ട് തിരിച്ചിട്ടുള്ളത്. ആ മൂന്ന് ടൈപ്പില് ഇത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് ആണെങ്കിൽ ഏ ടൈപ്പ് ആയിരിക്കും. നമുക്ക് അങ്ങനെ കണ്ടെത്താനേ പറ്റുള്ളൂ. ഓരോ വാചകമായിട്ടൊന്നും അവര് അങ്ങനെ കാണിച്ചിട്ടില്ലേ. അപ്പൊ നമുക്ക് അത് ഇങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പൊ ഇത് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സെക്കൻഡ് ടൈപ്പാണ്. ഇനി ഇതിനപ്പുറം പറഞ്ഞാൽ ഇംഗ്ലീഷുകാരനൊന്നല്ല. കാരണം മലയാളക്ക് അവർ ആധികാരികമായിട്ട് ഗ്രാമർ ഉണ്ടെന്ന് ശടിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. ഇപ്പോൾ വളരെ വീഡിയോ നീണ്ടുപോയി. കാരണം ഇത്തരം വിഷയങ്ങൾ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കാനപ്പെട്ട ഒരു വീഡിയോയിൽ ഇതിലും മേലെ ഒന്നും വിശദീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് കണ്ടിരിക്കാൻ ക്ഷമ ഇന്നത്തെ കാലത്ത് തീരില്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണ റെഗുലറായിട്ട് എടുക്കുന്ന വീഡിയോകൾ അടുത്ത ക്ലാസ് മുതൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏതായാലും ഒരുവിധമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഒരു ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടും കൂടി ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ പതിവ് വിഷയമായിട്ട് കാണാം. അതുവരെയ്ക്ക് വിടാം. നന്ദി, നമസ്കാരം, ബായ്.